വേഗത്തിലൊരു വചനമെടുക്കാം. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം അതിൻ്റെ 2 മുതലുള്ള വാക്യങ്ങൾ. ഇവിടെ ഇങ്ങനെ വായിക്കുന്നു: കർത്താവിൻ്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതി എന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോകുകയുമരുത്. ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിനു മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞു എന്ന് ഓർക്കുന്നില്ലയോ? അവൻ സമയത്തിനു മുമ്പേ വെളിപ്പെടാതിരിക്കേണ്ടത് ഇപ്പോൾ തടുക്കുന്നത് എന്ത് എന്ന് നിങ്ങൾ അറിയുന്നു. ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിൻ്റെ ആത്മാവ് ഈ ദിവസങ്ങളിൽ ഇടപെട്ട ശക്തമേറിയ ഒരു സന്ദേശമാണ്, ശക്തമേറിയ ഒരു ദൈവിക ആലോചനയാണ് ഈ പകലിൽ സഭയോട് കൈമാറാനുള്ളത്. നിങ്ങൾ ആത്മാവിൽ വളരെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. വളരെ കർത്താവിൽ നിങ്ങൾ വളരെ ജാഗ്രതയോടെ ഇരിക്കണം, വളരെ ശ്രദ്ധിച്ചിരിക്കണം. കാരണം ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു ഡെലിവറൻസ് നടക്കുന്ന പകലായിരിക്കും. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇവിടെ പറയുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ അധർമ്മത്തിൻ്റെ മൂർത്തി, അധർമ്മ മൂർത്തി. ഒന്നും കൂടെ പറഞ്ഞാൽ ഇവിടെ പറയുന്നത് എതിർ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു. ഹല്ലേലൂയ. ഇവിടെ എതിർ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു. 2, എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവിനെ കുറിച്ച് പറയുന്നു. 3, എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവിൽ ചലിക്കുന്ന വ്യക്തികളെ കുറിച്ച് പറയുന്നു. ആമേൻ. അടുത്തത്, എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ ചലിക്കപ്പെട്ടുകൊണ്ട് സഭയ്ക്കെതിരെ ദൈവരാജ്യത്തിനെതിരെ ചലിപ്പിക്കുന്ന അധർമ്മത്തിൻ്റെ മർമ്മത്തെ കുറിച്ച് പറയുന്നു. ഹല്ലേലൂയ. വളരെ സീരിയസ് ആയിട്ടിരിക്കണം. ഇന്ന് ഇതൊരു പ്രധാനപ്പെട്ട ഏരിയയാണ്. ഇത് സഭയ്ക്കെതിരെ ഈ ദിവസങ്ങളിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട അറ്റാക്കാണ്. ആ അറ്റാക്കിനെ ഇന്ന് പകലിൽ കർത്താവ് ബ്രേക്ക് ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവിടെ പറയുന്ന ഒരു കാര്യം അധർമ്മമൂർത്തി. ആമേൻ. 2, അധർമ്മമൂർത്തിയുടെ ആത്മാവ്. 3, അധർമ്മമൂർത്തിയുടെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികൾ. 4, അധർമ്മമൂർത്തിയുടെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവർ മുഖാന്തരം അധർമ്മത്തിൻ്റെ മർമ്മം വ്യാപരിക്കുന്ന ഒരു തലം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആമേൻ. പരിശുദ്ധാത്മാവിൽ അപ്പോസ്തലനായ പൗലോസ് എഴുതുകയാണ്, അധർമ്മമൂർത്തി ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. ആമേൻ. ഒന്നും കൂടെ പറഞ്ഞാൽ എതിർ ക്രിസ്തു ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ. എന്നാൽ എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ്, ആമേൻ, എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ് സഭയ്ക്കെതിരെ എതിർ ക്രിസ്തുവിൻ്റെ ആമേൻ നിഗൂഢമായ പ്രവർത്തികളെ ചലിപ്പിക്കുന്നുണ്ട്. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. എതിർ ക്രിസ്തു വെളിപ്പെട്ടിട്ടില്ല, പക്ഷേ എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ് എതിർ ക്രിസ്തുവിൻ്റെ, ആമേൻ, ഒന്നും കൂടെ പറഞ്ഞാൽ അധർമ്മത്തിൻ്റെ മർമ്മം അല്ലെങ്കിൽ നിഗൂഢമായ എതിർ ക്രിസ്തുവിൻ്റെ പ്രവർത്തികളെ സഭയ്ക്കെതിരെ ചലിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ.
ആമേൻ. ഇതെങ്ങനെയാ ചലിപ്പിക്കുന്നത്? അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു, 2:3 തുടക്ക ഭാഗത്തിൽ പറയുന്നു, കർത്താവിൻ്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതി എന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോകയുമരുത്. ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുത്. കണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. എതിർ ക്രിസ്തുവിന്റെ നിഗൂഢമായ പ്രവൃത്തികൾ വ്യക്തികളിൽ കൂടെ ചലിക്കുന്നെന്ന് ആ 2-ാം അധ്യായം 3 ആദ്യ ഭാഗങ്ങളിൽ പറയുന്നു. എങ്ങനെയാ വ്യക്തികളിൽ കൂടെ ചലിക്കുന്നത്? അവിടെ പറയുന്നു, വ്യക്തികൾ ആമേൻ ഈ ആത്മാവിനാൽ അവരുടെ അറിവിനാലും ആമേൻ അവർ വല്ല വചനവോ വല്ല ലേഖനമോ സഭയ്ക്കെതിരെ ആശയങ്ങളായിട്ട്, ഒന്നും കൂടെ പറയാം, ദൈവസഭയ്ക്കെതിരെ, ദൈവരാജ്യത്തിനെതിരെ, പരിശുദ്ധാത്മാവിനെതിരെ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികൾക്കെതിരെ ആമേൻ 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 ഇന്ന് ആമേൻ ആമേൻ ഹല്ലേലൂയ സഭയ്ക്കെതിരെ ആമേൻ ഇന്ന് അധർമ്മത്തിൻ്റെ മർമ്മത്തെ ചലിപ്പിക്കാൻ ആമേൻ ഈ കാലഘട്ടത്തിൽ ചില വ്യക്തികളെ എതിർ ക്രിസ്തു എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ആമേൻ ആമേൻ. അവിടെ പറയുന്ന കാര്യം വചനം. ആമേൻ. 2 ലേഖനം, 2 കാര്യം. 1 വചനമാണ്, 2 ലേഖനമാണ്. ആമേൻ. എന്ന് പറഞ്ഞാൽ രണ്ടും ഈ എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ, എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ് ചലിപ്പിക്കുന്ന നിഗൂഢമായ അവൻ്റെ പ്രവർത്തികൾ ഈ വ്യക്തികൾ കൂടെ ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാമോ? അവർ പറയുന്ന ചില പ്രസംഗങ്ങൾക്കകത്തു നിന്നും അവർ എഴുതിയ ചില ലേഖനങ്ങൾക്കകത്തുകൂടെയാണ് ആമേൻ ദൈവജനത്തിലേക്ക് അത് കൈമാറുന്നത്. ഹല്ലേലൂയ, ആമേൻ ആമേൻ, ഹല്ലേലൂയ. 1 യോഹന്നാൻ എടുത്താട്ടെ, വേഗത്തിൽ 1 യോഹന്നാൻ. അതിന്റെ 2:18 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാകുന്നു. എതിർ ക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ അനേകം എതിർ ക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കുന്നു. കണ്ടോ? എതിർ ക്രിസ്തു എന്ന അവൻ ഒടുക്കത്തെ നാളിൽ എഴുന്നേറ്റു വരേണ്ട സാത്താൻ അവൻ എഴുന്നേറ്റു വരുന്നതിന് മുന്നമേ അവന്റെ ആത്മാവിനാൽ ചലിക്കപ്പെടുന്ന വ്യക്തികളെ നോക്കി അഭിഷക്തൻ ഇങ്ങനെ പരിശുദ്ധാത്മാവിൽ എഴുതുകയാണ്, എതിർ ക്രിസ്തുക്കൾ. അവർ എഴുന്നേറ്റിരിക്കുന്നു. ആർക്കെതിരെയാ? അവിടെ അടുത്ത വചനം പറയുന്നു, അവർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടുവെങ്കിലും നമുക്കുള്ളവരായിരുന്നില്ല. കണ്ടോ? എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് ആരുടെ മേൽ തന്നെ ഉണ്ടെന്നാ പറഞ്ഞത്? ഇത് പുറത്തെ വ്യക്തികളെ കുറിച്ചല്ല പറഞ്ഞത്. എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് ചലിക്കുന്നത്, എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് ചലിക്കപ്പെടുന്നത് ആമേൻ വചനം പറയുന്ന, പ്രസംഗിക്കുന്ന, ഓ ജീസസ്, ലേഖനങ്ങൾ എഴുതുന്ന ചില വ്യക്തികളിൽ കൂടെ തന്നെയാണ്. ആമേൻ. എവിടെ നിന്നാ ഈ പോരാട്ടം കയറി വന്നത്? ഇത് പുറത്തു നിന്നല്ല, സഭയ്ക്കകത്തു നിന്നാണ്. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ഹല്ലേലൂയ. അതാ തെസ്സലോനിക്യ ലേഖനം പറഞ്ഞത്, അവർ വചനം കൊണ്ടും ലേഖനം കൊണ്ടും ആമേൻ അവരെന്തു ചെയ്യും? ദൈവജനത്തെ ഇളക്കിക്കളയും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവജനത്തെ ഇളക്കുന്ന ദുരാത്മാവാണ് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ്. ഒന്നും കൂടെ പറയാം,
എതിർ ക്രിസ്തുവിന്റെ ആത്മാവ്. പ്രൈസ് ദി ലോർഡ്. എതിർ ക്രിസ്തുവിന്റെ ആത്മാവ്. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം. അവിടെ ഇങ്ങനെ വായിക്കുന്നു: ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിനു മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ശുദ്രം ചെയ്തു മയക്കിയതാർ. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ അപ്പോസ്തലനായ പൗലോസിൽ കൂടെ ഗലാത്യ സഭയ്ക്ക് അവൻ കണ്ണിനു മുമ്പിൽ ഒരു ചിത്രം പോലെ വരച്ചു കിട്ടിയിട്ടും അവരുടെ ആത്മതലങ്ങളെ, അവരുടെ ആത്മീക അന്തരീക്ഷങ്ങളെ, അവരുടെ സ്പിരിച്വാലിറ്റിയെ മയക്കി കളയുന്ന ദുരാത്മ മേഖലയാണ് എതിർ ക്രിസ്തുവിന്റെ സ്പിരിറ്റ്. എതിർ ക്രിസ്തുവിന്റെ സ്പിരിറ്റ് എങ്ങനെയാ ചലിക്കുന്നത്? അത് വ്യക്തികളിൽ കൂടെ. ഏതു വഴി വ്യക്തികളിൽ കൂടെ ചലിക്കും? അവർ പറയുന്ന പ്രസംഗങ്ങളിൽ കൂടെ, അവർ പറയുന്ന വാക്കുകളിൽ കൂടെ, അവരെഴുതുന്ന ചില ലേഖനങ്ങളിൽ കൂടെ അത് വെളിപ്പെടുത്തും. ഒന്നും കൂടെ വെളിപ്പെടുത്താം. ആരാണ് എതിർ ക്രിസ്തുവിന്റെ ആത്മാവിൽ സഞ്ചരിക്കുന്നത്? മാനുഷിക കൽപ്പനകളും മാനുഷികമായ ഉപദേശങ്ങൾ കൊണ്ട് പരിശുദ്ധാത്മാവിനെതിരെ, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തിക്കെതിരെ, ദൈവിക ഉണർവിനെതിരെ, ദൈവിക ഇടപെടലുകൾക്കെതിരെ ശബ്ദമുയർത്തുന്ന ജനത്തിനെ ഇളക്കുന്ന, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾക്കെതിരെ ഇളക്കുന്ന, ഉണർവുകൾക്കെതിരെ ഇളക്കുന്ന, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട അഭിഷക്തന്മാർക്കെതിരെ ഇളക്കുന്ന വ്യക്തികളിൽ ചലിക്കുന്നതാണ് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ്. എതിർ ക്രിസ്തുവിന്റെ ആത്മാവ്. ആരാ എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് വഹിക്കുന്നവർ? ഗലാത്യ സഭയെ നോക്കിയിട്ട് ഗലാത്യ സഭ വിശ്വാസത്തോടെ കടന്നു പോകുമ്പോൾ അവരുടെ വിശ്വാസത്തിനെതിരെ പരിച്ഛേദനകളും മാനുഷിക നിയമങ്ങളും മാനുഷിക കൽപ്പനകൾ കൊണ്ട് അവരുടെ സ്പിരിച്വൽ ലൈഫിനെ അവൻ മയക്കി കളഞ്ഞ ഒരു കൂട്ടർ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. സഭയെ പഠിപ്പിക്കാൻ, ഉപദേശിപ്പിക്കാൻ, പഴയ നിയമത്തിലാകട്ടെ പുതിയ നിയമത്തിലാകട്ടെ, ദൈവം എഴുന്നേൽപ്പിച്ചത് ദൈവത്തോട് കൂടെ നടക്കുന്ന, ദൈവവുമായുള്ള എൻകൗണ്ടർ ഉള്ള, പരിശുദ്ധാത്മാവിൽ സഞ്ചരിക്കുന്ന വ്യക്തികളെ അല്ലാതെ ഒരു വ്യക്തിയെ പോലും ദൈവം സഭയെ ഉപദേശിക്കാൻ എഴുന്നേൽപ്പിച്ചിട്ടില്ല. വ്യക്തിപരമായി പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുകളില്ലാതെ കേവലം എവിടെ നിന്നോ ചില അറിവുകൾ പഠിച്ചിട്ട്, ചില അറിവുകൾക്കകത്ത് നിന്ന് അതിങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയുന്ന ഹല്ലേലൂയ. യേശുവിന്റെ അടുക്കൽ സദൂക്യർ വന്നു. അവർ പുനരുത്ഥാനത്തിനെ കുറിച്ച് സംസാരിച്ചു. ആമേൻ. അവർ പുനരുത്ഥാനത്തെ വിശ്വസിക്കാത്തവരാ. യേശുവിനെ പരീക്ഷിക്കാൻ പുനരുത്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യത്തെ സംസാരിച്ചു. ഹല്ലേലൂയ. അവർ അറിയപ്പെട്ടതും അവർ അറിഞ്ഞതും അവർ പഠിക്കുന്നതുമായിട്ടുള്ള കാര്യം തിരുവചനത്തിലെ ആദ്യത്തെ 5 പുസ്തകങ്ങൾ മാത്രമാണ് അവർ പഠിക്കുന്നത്. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. അവർ ആ പുസ്തകങ്ങളുടെ പഠനം വെച്ചുകൊണ്ട് പുനരുത്ഥാന
പുനരുത്ഥാനമില്ല എന്ന് പറയുന്നു. ഹല്ലേലൂയ. അവർ പുനരുത്ഥാനത്തെ വിശ്വസിക്കുന്നില്ല. എന്നാൽ അറിവുകൾ കൊണ്ടുവന്ന അറിവുകൾ കൊണ്ടുവന്ന് യേശുവിന്റെ അടുക്കൽ പരീക്ഷിക്കാൻ വന്ന വ്യക്തികളെ നോക്കി, സദൂക്യരെ നോക്കി യേശു ഇങ്ങനെ പറഞ്ഞു: തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും തിരിച്ചറിയാത്തത് കൊണ്ട് നിങ്ങൾ തെറ്റിപ്പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. തെറ്റിപ്പോകുന്ന എന്തറിയണം? തിരുവെഴുത്തുകളെ തിരിച്ചറിയണം. വായിച്ചുള്ള അറിവിനെ കുറിച്ചല്ല പറഞ്ഞത്, അനുഭവിച്ചുള്ള അറിവ്. ദൈവശക്തിയെ കുറിച്ച് കേട്ടറിവല്ല, അതിനപ്പുറം അനുഭവിച്ചുള്ള അറിവ്. ആമേൻ, ആമേൻ. ഇതില്ലാതെ വന്ന സദൂക്യരെ നോക്കി പറഞ്ഞു: നിങ്ങൾ തെറ്റിപ്പോകുന്നവരാ. ആരാ എതിർ ക്രിസ്തുവിന്റെ ആത്മാവിൽ സഞ്ചരിക്കുന്നത്? ദൈവശക്തിയെ തിരിച്ചറിയാത്തവർ. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളിലോ, പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുകളിലോ, പരിശുദ്ധാത്മാവിന്റെ മൂവിങ്ങുകളിലോ ചലിക്കാതെയും അതിനെ അംഗീകരിക്കാത്ത വ്യക്തികളാണ്. ഹല്ലേലൂയ. എതിർ ക്രിസ്തുവിന്റെ ആത്മാവിൽ ചലിക്കുന്നത് അവർ തെറ്റിപ്പോകുന്നവരാണ്. 2, അവർ തെറ്റിക്കുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് വ്യക്തികളുമായി ബന്ധപ്പെട്ട കാര്യമല്ല. വ്യക്തികൾക്കപ്പുറമായിട്ട് വ്യക്തികളുടെ മേൽ ചലിക്കുന്ന ഒരു ദുരാത്മ മണ്ഡലത്തെ കുറിച്ച് ഇന്നു പകലിൽ പരിശുദ്ധാത്മാവിൽ നിങ്ങളോട് ഞാൻ ആലോചന അറിയിക്കുന്നത്. സഭയെ തിരിച്ചറി. എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് ചലിക്കുന്ന ഏരിയ, എതിർ ക്രിസ്തുവിന്റെ ആത്മാവിൽ ചലിക്കുന്നവർ, അവർ പറയുന്ന വാക്കുകൾ, അവർ പറയുന്ന പ്രസംഗങ്ങൾ, അവർ എഴുതുന്ന ലേഖനങ്ങൾ, ഇതുവഴി എതിർ ക്രിസ്തുവിന്റെ നിഗൂഢമായ പ്രവർത്തികൾ ചലിക്കും. ഒന്നും കൂടെ പറഞ്ഞ, അധർമ്മത്തിന്റെ മർമ്മം ചലിക്കും. ഹല്ലേലൂയ. എത്ര പേർ തിരിച്ചറിയുന്നു? ഇന്ന് ഈ കാര്യം കൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിക്കെതിരെ, പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുകൾക്കെതിരെ, പരിശുദ്ധാത്മാവിലുണ്ടായ ഉണർവുകൾക്കെതിരെ, അഭിഷക്തന്മാർക്കെതിരെ സംസാരിച്ച സംസാരം കേട്ട് ലോക്കായിരിക്കുന്ന അനേകർ എന്നെ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ എവിടെയാ ലോക്കായേ? നിങ്ങൾ ഒരു മനുഷ്യനെ കണ്ടത്, ഒരു വ്യക്തിയുടെ വാക്കുകളെ നിങ്ങൾ കേട്ടത്. പക്ഷെ നിങ്ങൾ അറിയാത്ത ഒന്ന് നിങ്ങളിലേക്ക് ട്രാൻസ്ഫർ ആയി. അത് എതിർ ക്രിസ്തുവിന്റെ നിഗൂഢമായ മർമ്മമാണ്, പ്രവൃത്തിയാണ്. അത് നിങ്ങളെ ലോക്ക് ചെയ്തു വച്ചിരിക്കുകയാ. ഇന്ന് പകലിൽ അതിൽ നിന്ന് നിന്നെ ഡെലിവർ ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. നീ ആയിരിക്കുന്ന ഇടത്ത് ഇന്ന് പകലിൽ സറണ്ടർ ചെയ്യ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എവിടെ നിന്നാ നിനക്ക് ഡെലിവറൻസ് വേണ്ടേ? എവിടെ നിന്നാ നിനക്ക് ഡെലിവറൻസ് വേണ്ടേ? പാസ്റ്റർ, രോഗസൗഖ്യം വേണം, അത് വേണം, നല്ലതാ. പക്ഷെ രോഗസൗഖ്യത്തിന് കാരണമായി നിന്നെ ആത്മമണ്ഡലത്തിൽ ലോക്ക് ചെയ്ത പൈശാചിക ഏരിയയെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. തിരിച്ചറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സ്പിരിറ്റ് വ്യക്തികളിൽ കൂടെ ചലിപ്പിച്ച ശബ്ദങ്ങൾ മുഖാന്തരം ലോക്കായിരിക്കുന്ന പല ഭവനങ്ങൾ ഇന്ന് കേരളത്തിനകത്തുണ്ട്. പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവശബ്ദം ആരെന്നെ പുറത്തു കൊണ്ടുവരും?
ഇന്ന് പകൽ നീ കേട്ട ദൈവശബ്ദത്തിന്റെ മുമ്പിൽ നീ നിന്നെ തന്നെ ഒന്ന് താഴ്ത്തി സമർപ്പിച്ച ആ മേഖലയിൽ ഒന്ന് മാനസാന്തരപ്പെടാൻ തയ്യാറായാൽ, ഓ, നിന്നിൽ അസാധാരണമായ ദൈവപ്രവർത്തികൾ ചലിക്കാൻ പോകുന്നെന്ന് പരിശുദ്ധാത്മാവ് ആലോചന അറിയിക്കുകയാണ്. നീ ഇന്നായിരിക്കുന്നത് ചതിയുടെ ലോക്കിനകത്താണ്. ഏദനിൽ ആദമിനെയും ഹവ്വയെയും തെറ്റിച്ചത് പാമ്പിനകത്തുകൂടെ പൈശാചിക മേഖലയാണ്. കണ്ടതൊരു പാമ്പിനെയാ, പക്ഷെ അതിന്റെ പുറകെ സ്വാധീനിക്കപ്പെട്ട, അതിന്റെ പുറകെ ചലിച്ച ഒരു പാമ്പുണ്ട്, ഒരു പൈശാചിക മേഖലയുണ്ട്. ആദമും ഹവ്വയും കേട്ടത് പാമ്പിന്റെ ശബ്ദമാണ്. പക്ഷെ കേട്ട ശബ്ദം പുറപ്പെട്ടു വന്നത് പൈശാചിക മേഖലയിൽ നിന്നാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നതുപോലെ നോക്കിക്കേ, ആ ശബ്ദത്തിന് കീഴടങ്ങിയ ആദമും ഹവ്വയും ലോക്കായി പോയി. അവരിൽ കൂടെ വന്ന തലമുറകൾ ലോക്കായി പോയി. പാപത്തിന്, ശാപത്തിന്, മരണത്തിന്, രോഗത്തിന്, ദാരിദ്ര്യത്തിന് അവർ ലോക്കായി പോയി. ഓ ജീസസ്. എന്നാൽ അതേ എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് ഇന്നും ആത്മാവിൽ നിൽക്കുന്ന, പരിശുദ്ധാത്മാവിൽ ക്രിസ്തു യേശുവിൽ ജനിക്കപ്പെട്ട പലരെയും ലോക്ക് ചെയ്തിട്ടിരിക്കുക. എങ്ങനെയാണെന്നറിയാമോ? സഭയ്ക്കകത്തു തന്നെ നിന്ന് കേവലം അറിവിൽ മാത്രം സഞ്ചരിച്ച, പരിശുദ്ധാത്മാവിന്റെ അനുഭവമില്ലാത്ത, എൻകൗണ്ടറിൽ സഞ്ചരിക്കാത്ത, ദൈവത്തോടൊപ്പം സഞ്ചരിക്കാത്ത, എവിടെന്നെങ്കിലും കേട്ടതും പഠിച്ചതും അറിഞ്ഞതുമായ അറിവുകൾക്കകത്തു ചലിക്കുന്ന ചില വ്യക്തികളെ എഴുന്നേൽപ്പിച്ച, അവർ പറഞ്ഞ വാക്കുകൾ, അവർ കേൾപ്പിച്ച കേൾവികൾ നിമിത്തം നീ ലോക്കായി പോയിരിക്കുകയാണ്. ഇന്ന് നിനക്ക് അൺലോക്ക് ആകാനുള്ള ഏറ്റവും നല്ല അവസരമാണ്. പ്രൈസ് ദി ലോർഡ്. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, പരീശന്മാരുടെ പുളിച്ച മാവിനെ സൂക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ്. കാരണം പരീശന്മാരെ നോക്കി യേശുവും യോഹന്നാൻ സ്നാപകനും പറഞ്ഞത്, അവരുടെ മേൽ ആത്മമണ്ഡലങ്ങളിൽ കിടക്കുന്ന പേരെന്ന് പറയുന്നത് സർപ്പസന്തതികളെന്നാണ്. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. അവരുടെ മേൽ ചലിക്കുന്നത് ഒരു ഡീമോണിക് വേൾഡാണ്. അതുകൊണ്ട് അവർ പറയുന്ന വാക്കുകളെ, അവർ പറയുന്ന സംസാരങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം, അതിനെ കേൾക്കരുത്. പരീശന്മാർ പ്രസംഗിക്കുന്നവരാ, അവർ വചനം പഠിപ്പിക്കുന്നവരാ. പക്ഷേ അവർ അറിഞ്ഞ അറിവിനകത്ത് നിന്നുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. പകരം കർത്താവിൽ നിന്ന് പ്രാപിച്ച പൗലോസിനെ പോലെയല്ല അവർ ശുശ്രൂഷിക്കുന്നത്. ആമേൻ. സഭയെ ഉപദേശിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത ഓരോ വ്യക്തികളെ നോക്കാം. അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു, ഞാൻ മനുഷ്യനിൽ നിന്നല്ല, മനുഷ്യരാലുമല്ല, ദൈവത്തിൽ നിന്ന് 15 ആണ്ടിന് മുമ്പേ അറേബ്യൻ മരുഭൂമി വെച്ച് 3-ാം സ്വർഗത്തോളം അടക്കപ്പെട്ട കർത്താവിൽ നിന്ന് ഞാൻ പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ നിന്ന് പ്രാപിക്കാത്തത് അത് എന്ത് തന്നെയാവട്ടെ, അത് മാനുഷികമാകട്ടെ. നോക്ക്, യേശുവിന്റെ അടുക്കൽ
ശിഷ്യനായ പത്രോസ് വന്നിട്ട് യേശു തന്നെ നിയോഗം പറഞ്ഞു യെരുശലേമിൽ വെച്ച് സംഭവിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശുവിന്റെ കൂടെ നടന്ന ശിഷ്യൻ പത്രോസ് യേശുവിനോട് പറഞ്ഞു അങ്ങനൊന്നും സംഭവിക്കരുതെന്ന് പറഞ്ഞ് യേശുവിനെ ശാസിച്ചു തുടങ്ങി. ഹല്ലേലൂയ. എന്നാൽ യേശു ക്രിസ്തു അടുത്ത നിമിഷം പത്രോസിനെ നോക്കി പറഞ്ഞത് എന്താണെന്നറിയാമോ? സാത്താനെ, എന്നെ വിട്ടുപോ. കാരണം നീ മനുഷ്യന്റെ ചിന്തയിൽ സഞ്ചരിക്കുന്നവനാണ്, നീ മാനുഷികമായി സഞ്ചരിക്കുന്നവനാണ്, നീ ആത്മാവിലാലും ആത്മനിയോഗത്താലും പരിശുദ്ധാത്മാവ് നൽകിയതല്ല നീ പറയുന്നത്, നീ മാനുഷികമായതാ പറയുന്നത്. കണ്ടോ? മാനുഷികമായത് പറഞ്ഞപ്പോൾ അതിൽ കൂടെ യേശു കർത്താവ് കണ്ടത് കണ്ടോ? സാത്താനെ കാണുകയാണ്. ദൈവമക്കളെ, നീ ലോക്കായിരിക്കുകയാണ്. ഏത് മേഖലയിലാ? മാനുഷികമായ കൽപ്പനകളും ഉപദേശങ്ങളും അറിവുകൾ നിന്ന് നിന്നോട് പറഞ്ഞ ചില വാക്കുകളും ചില പ്രസംഗങ്ങളും ചില ലേഖനങ്ങളും ഉണർവിനെതിരെ, ദൈവ പ്രവർത്തികൾക്കെതിരെ, ദൈവാത്മാവിനെതിരെ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട അഭിഷിക്തന്മാർക്കെതിരെ സംസാരിക്കുന്ന ചില വാക്കുകൾ കേട്ടത് മുഖാന്തരം നീ ലോക്കാണെന്ന് തിരിച്ചറിയും. ഇത് അൺലോക്കിങ്ങിന്റെ സമയമാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് അൺലോക്കിങ്ങിന്റെ സമയമാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരങ്ങളെ ഉയർത്തി കർത്താവിന് ആരാധന കൊടുത്താട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആമേൻ. ആരാ എതിർ ക്രിസ്തു? എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് വഹിക്കുന്ന പ്രസംഗം നിങ്ങൾക്ക് എങ്ങനെ തിരിച്ചറിയാം? എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് വഹിക്കുന്ന സംസാരങ്ങളെ നിങ്ങൾക്ക് എങ്ങനെ തിരിച്ചറിയാം? വചനം പറയുന്നു, അതിന്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കണം. നാശയോഗ്യനും അധർമ്മമൂർത്തിയായവൻ വെളിപ്പെടുകയും വേണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പ്രസംഗങ്ങൾ, വചനങ്ങൾ, ലേഖനങ്ങൾ എങ്ങനെ നിന്നെ എഫക്റ്റ് ചെയ്യും? നീ എതിർ ക്രിസ്തുവിന്റെ ആത്മാവിനാൽ ലോക്കഡാണെന്ന് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? വചനം പറയുന്നു, ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. എന്ത് സംഭവിക്കും? പറഞ്ഞേ, ത്യാഗം സംഭവിക്കും. എന്താ വിശ്വാസത്യാഗം? ഒന്നും കൂടെ പറഞ്ഞാൽ വിശ്വാസത്തെ ത്യജിച്ചു കളയും. ഒന്നും കൂടെ പറഞ്ഞാൽ പിന്മാറ്റത്തിനകത്തേക്ക് പോകും. ഹല്ലേലൂയ. നീ ലോക്കഡാണോ? ഒറ്റ കാര്യം നീ നിന്റെ മനസാക്ഷിയോട് തന്നെ ചോദിക്ക, കർത്താവേ, എൻ്റെ ആദ്യത്തെ വിശ്വാസം ഇപ്പോഴും എന്നിലുണ്ടോ എന്ന് ചോദിക്ക. ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്ത് ക്രിസ്തു യേശുവിലുണ്ടായിരുന്ന ആ ആദ്യ വിശ്വാസം, ഇംഗ്ലീഷിൽ പറയുന്നു അത് കോൺഫിഡന്റ് എന്നാ പറയുന്നത്, ഫെയ്ത്ത് എന്നല്ല, കോൺഫിഡന്റ്. ഒന്നും കൂടെ പറഞ്ഞ ആത്മവിശ്വാസം. വിശ്വാസമുണ്ട്. വിശ്വാസമുള്ളത് കൊണ്ട് ആരാധനയ്ക്ക് വരുന്നത്, പ്രാർത്ഥനയ്ക്ക് പോകുന്നത്, ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകുന്നത്, കൂട്ടായ്മയിൽ ആചരിക്കുന്നത്. പക്ഷെ ചോദിക്കേണ്ട ചോദ്യം, നിന്റെ അകത്ത് ആത്മവിശ്വാസമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. നിനക്ക് അപൂർണമായി ഇന്ന് കർത്താവിനെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? കർത്താവിന്റെ പ്രവർത്തികളെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ദൈവവചനത്തെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? കർത്താവിന്റെ ആത്മാവിനാൽ പ്രവചിക്കുന്ന പ്രവചന ശബ്ദത്തെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഒന്ന് ആത്മപരിശോധന നടത്തിയാണ്. ഹല്ലേലൂയ.
നിന്റെ അകത്തതുണ്ടോ? നിന്റെ വിശ്വാസം, ആ ഫെയ്ത്തിന്റെ പൂർണ്ണത, ഫെയ്ത്തിന്റെ ഉറപ്പ് നിന്റെ അകത്തു നിന്ന് ചോർന്നിട്ടുണ്ടോ? ഹല്ലേലൂയ. ഒരു പ്രവചന ശബ്ദം നിന്റെ അകത്തേക്ക് വന്ന് ആ പ്രവചന ശബ്ദത്തിൽ നിനക്ക് നിലനിൽക്കാൻ, വിശ്വസിച്ച് നിലനിൽക്കാൻ കഴിയുന്നുണ്ടോ? പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളെ പൂർണ്ണമായി നിനക്ക് വിശ്വസിച്ച് അംഗീകരിക്കാൻ കഴിയുന്നുണ്ടോ? ദൈവിക ഇടപെടലുകൾ അതിനെ പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. പരിശോധന നടത്തിയാണ്. എതിർ ക്രിസ്തുവിന്റെ ആത്മാവിന്റെ അറ്റാക്ക് ഒരു വ്യക്തിയുടെ മേൽ, ഒരു കുടുംബത്തിന്റെ മേൽ, ഒരു തലമുറയുടെ മേൽ, ഒരു സഭയുടെ മേൽ ഉണ്ടായാൽ അവിടെ വിശ്വാസ ത്യാഗങ്ങൾ സംഭവിക്കും. ഹല്ലേലൂയ. അവിടെ വിശ്വാസം കുറഞ്ഞുകൊണ്ടിരിക്കും. വിശ്വാസത്തിന്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നീ തിരിച്ചറി കർത്താവേ, എന്നിൽ ആ വിശ്വാസത്തിന്റെ മേഖലകൾക്കകത്ത് എവിടെയോ കുറവുകൾ അനുഭവിക്കുന്നു. എന്നാൽ ഒന്ന് ആത്മപരിശോധന നടത്തിയാട്ടെ. എവിടെയെങ്കിലും കർത്താവെ, ദൈവപ്രവർത്തിക്കെതിരെ, ദൈവാത്മാവിനെതിരെ, ദൈവശക്തിക്കെതിരെ, ദൈവിക ഇടപെടലുകൾക്കെതിരെ, ഉണർവുകൾക്കെതിരെ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട അഭിഷിക്തന്മാർക്കെതിരെ, ദൈവരാജ്യത്തിന്റെ പ്രവർത്തികൾക്കെതിരെ, ദൈവരാജ്യത്താൽ സ്ഥാപിക്കപ്പെട്ട സഭകൾക്കെതിരെ ഞാൻ പറയുകയോ കേൾക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് ഒന്ന് ആത്മപരിശോധന നടത്തിയാട്ടെ. ആ മേഖലയിൽ ഇന്നൊന്ന് മാനസാന്തരപ്പെടാൻ പറ്റുമോ? ഒന്ന് മാനസാന്തരപ്പെടാൻ പറ്റുമോ? എന്നാൽ നീ അൺലോക്ക് ആകുന്നത്, നീ ഡെലിവർ ആകുന്നത് സാധാരണ ഒരു കാര്യത്തിനകത്ത് നിന്നല്ല. ഓ, പിശാചിന്റെ പ്രവർത്തികൾക്കകത്ത് നിന്നല്ല നീ അൺലോക്ക് ആകുന്നത്, നീ പിശാചിന്റെ കയ്യിൽ നിന്ന് തന്നെ. ഓ, പൈശാചിക രാജ്യത്തിനകത്ത് നിന്ന് തന്നെ നീ അൺലോക്ക് ആകാൻ പോവുകയാണെന്ന. ചില അൺലോക്കിങ്ങുകൾ ഈ പകലിൽ സംഭവിക്കട്ടെ. യെസ്, ഒരു നിമിഷം പ്രാർത്ഥിച്ചേ. അൺലോക്കിങ്ങുകൾ സംഭവിക്കട്ടെ. പ്രാർത്ഥിച്ചാട്ടെ. നിന്റെ ഭവനം അൺലോക്ക് ആകട്ടെ. ഓ, നീ കേട്ട കേൾവികൾ, നീ അറിഞ്ഞ അറിവുകൾ നിമിത്തം, ഓ, പൈശാചിക രാജ്യം വ്യക്തികൾക്കകത്തുകൂടെ നിന്നെ സ്വാധീനിച്ച് അധർമ്മത്തിന്റെ മർമ്മങ്ങൾ നിന്റെ അകത്തേക്ക് പകർന്ന് ആ നിഗൂഢമായ പ്രവർത്തികൾ നിന്നെ ലോക്ക് ചെയ്ത്, നിന്നെ ഏതു മേഖലയാ ലോക്ക് ചെയ്തത്? സാധാരണ ഏരിയ അല്ല കേട്ടോ, സാധാരണ ഏരിയ അല്ല. എത് ക്രിസ്തുവിന്റെ ആത്മാവ്. ഏതനിൽ ആദമിനെയും ഹവ്വയെയും ലോക്ക് ചെയ്ത അതേ ആത്മാവ് ഇന്ന് അതിനകത്തു നിന്ന് നീ ഒന്ന് ഡെലിവർ ആക. യെസ്, ഡെലിവർ ആക. പുറത്തു വാ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. റസ്മനിയന്തല ലന്തൽ ഘടകജാലികത്തനെ അന്തൽ ഘടകമന ദുരിഘട ഗജുരതല ഘടകമനം റീക ചലമന ഘടകജുരി ഘടകത്താലമനം അൺലോക്കാവട്ടെ. In the name of Jesus, name of Jesus. മേഖലകൾ വ്യക്തികളിൽ കൂടെ ചലിപ്പിച്ച അവന്റെ
ആ നിഗൂഢതകൾ നിമിത്തം ലോക്ക് ചെയ്തത് ഇന്ന് അൺലോക്കാകട്ടെ. അന്യ ഭാഷകളിൽ പ്രാർത്ഥിച്ചതായിക്കോ. സഭകൾ അൺലോക്കാകട്ടെ, ദൈവജനം അൺലോക്കാകട്ടെ. ആ ആത്മാവിനാൽ ചലിക്കപ്പെടുന്ന അധർമ്മത്തിന്റെ മർമ്മം വഹിച്ച അധർമ്മത്തിന്റെ മർമ്മത്തെ ജനത്തിലേക്ക് ചലിപ്പിക്കുന്ന വ്യക്തികൾ സ്വതന്ത്രമാകാൻ പ്രാർത്ഥിക്കുക. നിന്നെ കർത്താവ് സ്നേഹിക്കുന്നെന്നാ, നിന്നെ കർത്താവ് സ്നേഹിക്കുന്നെന്നാ. മാനസാന്തരപ്പെടാം, മാനസാന്തരപ്പെടാ. ഇന്ന് നിനക്ക് പിരിയാ മനസ്സുണ്ടെങ്കിൽ നിന്നെ കർത്താവ് റെസ്റ്റോർ ചെയ്യുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. Come on. നീ അധർമ്മത്തിന്റെ മർമ്മം വഹിക്കാനുള്ളതല്ല. നിന്നെ തെരഞ്ഞെടുത്തത് പരിശുദ്ധാത്മാവിന്റെയാലും ശക്തിയാലും നീ ലോക രാജ്യങ്ങളിൽ ചലിക്കേണ്ടവനാണ്. നീ പരിശുദ്ധാത്മാവിനെതിരെ സംസാരിക്കുന്ന വാക്കുകളെ ഉപേക്ഷിച്ചു കളാം. ദൈവ പ്രവർത്തികൾക്കെതിരെ, ദൈവിക ഉണർവുകൾക്കെതിരെ, ദൈവിക ഇടപെടലുകൾക്കെതിരെ സംസാരിക്കുന്ന വാക്കുകൾ അവസാനിപ്പിക്കുക. ആ കേൾവികൾ നിർത്തലാക്കുക. ദാവീദിനെതിരെ എഴുന്നേൽക്കുന്ന ശൗലുമാരെ ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് ആവശ്യമില്ല. എന്നാൽ ദൈവസഭയ്ക്കെതിരെ എഴുന്നേറ്റു നിന്നിട്ടും ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞ ദൈവശക്തിയെ അനുഭവിച്ച ശൗലുമാരെ പൗലോസാക്കി തിരിക്കാൻ ദൈവത്തിന് ഈ കാലഘട്ടത്തിൽ നിങ്ങളെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. തിരിയപ്പെട. നിന്നെ അഭിഷേകം ചെയ്തത് മറ്റൊരുത്തനെ കുറ്റം പറയാനല്ല, നീ അറിഞ്ഞ അറിവ് കൊണ്ടോ നീ പഠിച്ച കേൾവികൾ കൊണ്ടോ മറ്റൊരുത്തനെ വിധിക്കാനല്ല. നിന്നെ സ്വർഗം അഭിഷക്തനായി തിരഞ്ഞെടുത്തത്. പുറത്തു വാ. നീ അധർമ്മത്തിന്റെ മർമ്മം വഹിക്കാനുള്ള അഭിഷക്തനല്ല, വ്യക്തിയല്ല. നീ ദൈവത്തിന്റെ ശക്തിയെ വഹിക്കുന്ന, പ്രദർശിപ്പിക്കുന്ന അഭിഷക്തനായിരിക്കാം. കർത്താവ് നിന്നെ കുറിച്ച് പ്ലാൻ ചെയ്യുകയാണ്. പുറത്തു വാ. നീ ആ എതിർ ക്രിസ്തുവിന്റെ ആത്മമണ്ഡലത്തിനകത്തു നിന്ന് തിരിച്ചറിഞ്ഞ് പുറത്തു വാ. നിന്റെ മേൽ അടുത്തൊരു പകർച്ചയെ പകരാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്.
ചിലതിനെ ഉപേക്ഷിച്ചിട്ട് പുറത്തു വാ. നിന്നെ തെരഞ്ഞെടുത്തത് എന്തിനാ? ഉണർവുകൾക്കെതിരെ സംസാരിക്കാനാണോ? ദൈവാത്മാവിന്റെ പ്രവൃത്തികൾക്കെതിരെ സംസാരിക്കാനാണോ? നിന്നെ വിളിച്ചതും വേർതിരിച്ചതും നീതീകരിച്ചതും തേജസ്കരിച്ചതും എല്ലാം എന്തിനാ? മറ്റൊരുത്തരെ വിധിക്കാനാണോ? അല്ല അല്ല അല്ല. നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. യെസ്. എന്നെ കാണുന്ന ചിലർ, യെസ്, ആത്മാവ് നിങ്ങളോട് പ്രവചിക്കുകയാണ്, ഇത് നിങ്ങൾക്ക് തിരിയപ്പെടാനുള്ള ഏറ്റവും ബെസ്റ്റ് ടൈമാണ്. തിരിയപ്പെടാം, മാനസാന്തരപ്പെടാം, മാനസാന്തരപ്പെടാം. അന്യനെ വിധിക്കുന്നവൻ ആരെ തന്നെ വിധിക്കുന്ന? നിന്നെ തന്നെ സ്വയം വിധിക്കുന്നതിന് തുല്യമാണ്. നിർത്ത. ഇനിയും എതിർ ക്രിസ്തുവിന്റെ ആത്മാവിൽ ചലിക്കാതെ എതിർ ക്രിസ്തുവിന്റെ ആത്മാവിൽ ചലിക്കപ്പെട്ടാൽ നീ ചതിക്കപ്പെടും. നിന്റെ വിശ്വാസത്തിനെ നീ ത്യജിക്കേണ്ടി വരും. ഒന്ന് യോഹന്നാൻ ലേഖനത്തിൽ പറയുന്നുണ്ട്, അതിന്റെ 28-ാം വാക്യത്തിൽ 2:28 ഇങ്ങനെ പറയുന്നു, ഇനിയും കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യമുണ്ടാകേണ്ടതിന് അവനിൽ വസിക്കും. കണ്ടോ? നിങ്ങൾ അവന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണോ? അങ്ങനെയെങ്കിൽ വ്യക്തികൾക്കെതിരെ, ദൈവരാജ്യത്തിനെതിരെ, ദൈവിക ഉണർവുകൾക്കെതിരെ, ദൈവത്താൽ ശക്തന്മാർക്കെതിരെ, ദൈവാത്മാവിനെതിരെ, ദൈവാത്മാവിന്റെ പ്രവർത്തികൾക്കെതിരെയുള്ള ശബ്ദം ഉയർത്തുന്നത് നിർത്തുക. മാനസാന്തരപ്പെടാം. ഇല്ലെങ്കിൽ അവന്റെ പ്രത്യക്ഷതയിൽ നീ ലജ്ജിച്ചു പോകും. 2:22 പറയുന്നു, യേശുവിനെ ക്രിസ്തുവല്ല എന്ന് നിഷേധിക്കുന്നവനല്ലാതെ കള്ളനാറാകുന്നു. നിന്നെ കള്ളനാകാൻ വേണ്ടിയല്ല ദൈവം നിന്നെ വിളിച്ചത്, നിന്നെ നീതീകരിച്ചത് കർത്താവിന്റെ പുത്രനാകാനാണ്. നീ അതിൽ നിന്ന് പുറത്തു വാ. പൈശാചിക കള്ളത്തരങ്ങൾക്കകത്ത് നിന്ന് പുറത്തു വാ. എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് നിന്റെ അറിവ് കൊണ്ട് നിനക്ക് തിരിച്ചറിയാൻ കഴിയത്തില്ല. നിന്റെ ചിന്തകൾ കൊണ്ട് അറിയാൻ പറ്റത്തില്ല. നീ പഠിച്ച ചില പഠനങ്ങൾ കൊണ്ട് അറിയാൻ പറ്റത്തില്ല. എന്തുകൊണ്ടറിയാൻ പറ്റും? അതിന്റെ 20-ാമത്തെ വാക്യം, നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച് സകലവും അറിയുന്നു. എന്തിനാൽ നിനക്കറിയാൻ പറ്റും? ആരെങ്കിലും പറഞ്ഞ കേൾവികൾ കൊണ്ട് ഇത് ഉണർവാണോ, ഉണർവല്ലേ? ഇത് ദൈവപ്രവൃത്തിയാണോ, അത് ദൈവപ്രവൃത്തിയല്ലേ? ഇത് പരിശുദ്ധാത്മാവാണോ, ഇത് പരിശുദ്ധാത്മാവല്ലേ എന്ന് നിനക്കറിയാൻ പറ്റത്തില്ലെന്നാ. നീ പഠിച്ച ചില തിയോളജിക്കൽ ഏരിയകൾ കൊണ്ട് നിനക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ലെന്നാ. നീ പഠിച്ച ചില അറിവുകൾ കൊണ്ടോ, നീ അറിഞ്ഞ കുറെ അറിവുകൾ കൊണ്ടോ ഇത് തിരിച്ചറിയാൻ കഴിയത്തില്ലെന്ന്. ഏതുകൊണ്ടാ തിരിച്ചറിയുന്നേ? നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച് സകലവും അറിയും. നീ അറിയണമെങ്കിൽ നീ അഭിഷേകം പ്രാപിക്കണം. Come on. നീ അഭിഷേകം പ്രാപിച്ചിട്ടാണോ നീ ഇതൊക്കെ പറയുന്നേ? നീ അഭിഷേകത്തിനകത്ത് സഞ്ചരിച്ചിട്ടാണോ ഇതൊക്കെ പറയുന്നേ? നീ അഭിഷേകത്തിനാൽ ചലിക്കപ്പെട്ടിട്ടാണോ ഇതൊക്കെ പറയുന്നേ? അഭിഷേകത്തിൽ ചലിക്കാതെ അത് തെറ്റാണെന്ന് നിനക്ക് എങ്ങനെ പറയാൻ കഴിയും? അഭിഷേകത്തിലേക്ക് കയറാം, അഭിഷേകം പ്രാപിക്കുക. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ
നിന്റെ അറിവുകളെ പൊളിച്ചു കള. നീ അറിഞ്ഞ കുറെ അറിവുകളെയും ചിന്തകളെയും ചിലതിനെ പൊളിച്ചു കള. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് വ്യക്തമായ ആലോചന അറിയിക്കുകയാണ്. പൊളിച്ചു കളഞ്ഞിട്ട് അഭിഷേകത്തെ പ്രാപിക്കാം. 27-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അവന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയാലും, അത് ഭോഷ്കല്ല സത്യം തന്നെ ആയിരിക്കാലും, അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പീൻ. കണ്ടോ? അഭിഷേകത്തിനല്ലാതെ, പരിശുദ്ധാത്മാവിനല്ലാതെ ഇത് ഏത് ആത്മാവാണെന്ന് നിനക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. നീ പരിശുദ്ധാത്മാവിനാലാണോ? നിനക്ക് തിരിച്ചറിയാൻ പറ്റും. എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് ഏതാണെന്ന് നീ തിരിച്ചറിയും. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞു തന്നത്. എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് ആരാണ്? അവർ വല്ല ആത്മാവിനാൽ അവരുടെ അറിവുകളും ചിന്തകൾ കൊണ്ട്, അവരുടെ മനോഭാവങ്ങൾ കൊണ്ട് എഴുതുന്ന ലേഖനങ്ങളും അവർ പറയുന്ന വാക്കുകൾ മുഖാന്തരമുള്ള ചില പ്രസംഗങ്ങളും വചനങ്ങളും അനുഭവമില്ലാതെ, പരിശുദ്ധാത്മാവിന്റെ ചലനങ്ങളിൽ സഞ്ചരിക്കാതെ കേവലം അറിവുകളിൽ മാത്രം സഞ്ചരിക്കുന്ന, അവർ പഠിച്ചതിനപ്പുറം ചലിക്കാതെ ദൈവത്തിനെ ലിമിറ്റ് ചെയ്യുന്ന വ്യക്തികൾ മേൽ ചലിക്കുന്നതാണ് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ്. ഞാൻ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾക്ക് കാണുന്ന ഈ സമുദ്രങ്ങളുടെ വെള്ളത്തെ നിങ്ങൾക്കൊന്ന് അളക്കാൻ കഴിയുമോ? നിങ്ങൾ കാണുന്ന ഈ സൂര്യന്റെ പ്രകാശത്തെ നിങ്ങൾക്ക് അളക്കാൻ കഴിയുമോ? ആ സൂര്യന്റെ ചൂടിനെ നിങ്ങൾക്ക് അളക്കാൻ കഴിയുമോ? ഓരോ നക്ഷത്രത്തിന്റെ ആ പ്രകാശത്തെ നിങ്ങൾക്ക് അളക്കാൻ കഴിയുമോ? എത്ര നക്ഷത്രങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്കൊന്ന് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുമോ? ഇതൊക്കെ അസാധാരണമല്ലേ? നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് അസാധാരണമാണെങ്കിൽ, ഇതിനെയെല്ലാം സൃഷ്ടിച്ച ആദ്യനും അന്ത്യനുമായ ദൈവാദി ദൈവം, കർത്താദി കർത്താവും രാജാദി രാജാവുമായ ദൈവത്തെ എങ്ങനെ നിങ്ങൾക്ക് അളക്കാൻ കഴിയുമെന്നാണ് നിങ്ങൾ പറയുന്നത്? ദൈവത്തിന്റെ ശക്തി വരുമ്പോൾ എങ്ങനെ നിനക്ക് താങ്ങി നിർത്താൻ കഴിയുമെന്നാണ് നീ പറയുന്നത്? കേവലം നീ പഠിച്ച കുറെ അറിവുകൾ കൊണ്ട് നീ എങ്ങനെയാണ് ദൈവത്തെ അളക്കുന്നത്? അറിവുകളെ പൊളിക്കാം. നീ സഞ്ചരിച്ചാൽ ദൈവത്തിന്റെ ആഴങ്ങളെ ആരായും. Come on. യേശുവിന്റെ നാമത്തിൽ നീ പരിശുദ്ധാത്മാവിനാൽ ചലിച്ചാൽ ദൈവത്തിന്റെ ആഴങ്ങളെ ആരായാൻ പറ്റും. അല്ലാതെ നിനക്ക് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എന്താണെന്നോ, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഇത്രയും മാത്രമാണെന്നോ, ഇങ്ങനെ മാത്രമേ ചലിക്കുകയുള്ളെന്നോ, ഇത് ഇങ്ങനത്തെ മേഖലയിൽ മാത്രമേ പോവുകയുള്ളെന്നോ പറയാൻ കഴിയത്തില്ലെന്ന്. പരിശുദ്ധാത്മാവ് കാറ്റുപോലെയാണ്. അത് എങ്ങോട്ട് പോകുന്നെന്നോ എങ്ങനെ വരുന്നെന്നോ ആർക്കും അളക്കാൻ കഴിയത്തില്ല. തിരിച്ചറി. നിന്നെ ലോക്ക് ചെയ്തിട്ടിരിക്കുക പൈശാചിക മണ്ഡലം. ഹോളി സ്പിരിറ്റിനെ ലിമിറ്റ് ചെയ്യുന്ന പ്രസംഗങ്ങൾ കേട്ടും, ഹോളി സ്പിരിറ്റിനെ ലിമിറ്റ് ചെയ്യുന്ന ചില കേൾവികൾ കേട്ടും, ദൈവപ്രവൃത്തി ഇങ്ങനെ നടക്കും, അതിനപ്പുറം ചലിക്കില്ല എന്ന് പറഞ്ഞു ജയിച്ചിരിക്കുന്ന ചില വാക്കുകൾ നിമിത്തം നീയും നിന്റെ കുടുംബവും ലോക്കായിരിക്കുന്ന ഇടത്ത് നിന്ന്, നീ നിന്റെ സഭയും ലോക്കായിരിക്കുന്ന ഇടത്ത് നിന്ന്, അഭിഷക്തനെ നീ ലോക്കായിരിക്കുന്ന ഇടത്ത് നിന്ന് പുറത്തുവാ. പരിശുദ്ധാത്മാവിനെ മെഷർ ചെയ്യാൻ കഴിയത്തില്ല. ദൈവപ്രവൃത്തിയെ മെഷർ ചെയ്യാൻ പറ്റത്തില്ല. യോഹന്നാൻ സുവിശേഷം എഴുതി അവസാനിപ്പിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം, യേശു ചെയ്ത അടയാളങ്ങൾ, അത്ഭുതങ്ങളെ ഈ ലോകത്തിലെ ഒരു പുസ്തകങ്ങൾ കൊണ്ട് എഴുതി തീർക്കാൻ കഴിയത്തില്ലെന്ന്
യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നാം വായിക്കുന്നു. ലിമിറ്റേഷനെ പൊട്ടിക്ക്. നീ ദൈവത്തെ അളക്കല്ലേ. ദൈവപ്രവൃത്തിയെ അളക്കല്ലേ. നീ ദൈവപ്രവൃത്തിയെ മെഷർ ചെയ്യുന്നുണ്ടെങ്കിൽ, അളക്കുന്നുണ്ടെങ്കിൽ, അതിൻ്റെ അർത്ഥം ചലിക്കുന്നത് പരിശുദ്ധാത്മാവല്ല, അത് ചലിക്കുന്നത് വല്ല ആത്മാവ് അല്ലെങ്കിൽ എതിർ ക്രിസ്തുവിന്റെ ആത്മാവാണെന്ന. ആത്മാവ് ചലിച്ചാൽ നിൻ വിശ്വാസ ത്യാഗത്തിലേക്ക് പോകും. ദൈവത്തിന്റെ പ്രത്യക്ഷതയിൽ നീ ലജ്ജിച്ചു പോകും. പുറത്തു വാ. നീ അഭിഷേകം പ്രാപിക്കുക. ഈ സീസണിൽ നിനക്ക് അഭിഷേകം പ്രാപിക്കുക. അഭിഷേകമില്ലാതെ നിനക്കൊന്നിനെയും തിരിച്ചറിയാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാതെ നിനക്കൊന്നിനെയും തിരിച്ചറിയാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽ അത് സംഭവിക്കട്ടെ. ഹല്ലേലൂയ. അവസാനത്തെ ഒരു ഭാഗവും കൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ 2 തെസ്സലോനിക്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങൾ. അവിടെ ഇങ്ങനെ പറയുന്നു: അവൻ സമയത്തിനു മുമ്പേ വെളിപ്പെടാതിരിക്കേണ്ടതിന് ഇപ്പോൾ തടുക്കുന്നത് എന്ത്? അധർമ്മമൂർത്തിയുടെ ഈ മർമ്മത്തിൽ ചലിക്കുന്നവർ, ഈ മർമ്മത്തിൽ കുടുങ്ങിപ്പോയവരും മാനസാന്തരപ്പെട്ട് തിരികെ വന്നില്ലെങ്കിലുള്ള കാര്യം പറയുകയാണ്. അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരുമ്പോൾ അവനെ കർത്താവായ യേശു തൻ്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കിക്കളയും. ഹല്ലേലൂയ. തൻ്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിച്ചു കളയുമെന്ന്. ഹല്ലേലൂയ. അടുത്ത വചനം ഇങ്ങനെ പറയുന്നു: അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായികയാൽ തന്നെ അങ്ങനെ ഭവിക്കും. കണ്ടോ, ഇങ്ങനെ എതിർ ക്രിസ്തുവിന്റെ ആത്മാവിൽ ചലിക്കുന്നവർ എതിർ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിന്റെ പ്രത്യക്ഷതയുടെ, യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിച്ചു പോകുമെന്ന്. നമ്മെ നശിക്കാനല്ല വിളിച്ചത്, മാനസാന്തരപ്പെട. എവിടെ നിന്ന് മാനസാന്തരപ്പെടണം? കർത്താവേ, അവൻ ചലിപ്പിച്ച അവന്റെ നിഗൂഢമായ പ്രവർത്തികൾക്കകത്ത് നിന്ന് ഞാൻ ഇന്ന് മാനസാന്തരപ്പെടുന്നെന്ന് പറ. കർത്താവിലേക്ക് തിരി. തിരിയപ്പെട്ടാലുള്ള ഗുണമാണ് അടുത്തത് പറയുന്നത്. 6-7 അവൻ സമയത്തിനു മുമ്പേ വെളിപ്പെടാതിരിക്കേണ്ടതിന് ഇപ്പോൾ തടുക്കുന്നത് എന്ത് എന്ന് നിങ്ങൾ അറിയുന്നു. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം. കണ്ടോ, സമയത്തിനു മുന്നമേ അധർമ്മമൂർത്തി എന്ന വ്യക്തി വെളിപ്പെടാതിരിക്കേണ്ടതിന് തടുക്കുകയാണ്. ഈ സീസൺ, ഈ ടൈം എന്ന് പറയുന്നത് അധർമ്മമൂർത്തി തടുക്കപ്പെടുന്ന സമയമാണ്. എതിർ ക്രിസ്തു തടുക്കപ്പെടുന്ന സമയമാണ്. അടുത്ത വചനത്തിൽ പറയുന്നു, അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴും വ്യാപരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എതിർ ക്രിസ്തു തടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും എതിർ ക്രിസ്തുവിന്റെ നിഗൂഢമായ പ്രവർത്തികൾ ചലിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ. എന്നാൽ അടുത്ത വാക്യം ഇങ്ങനെ പറയുന്നു, ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം. കണ്ടോ, അധർമ്മമൂർത്തി എന്ന വ്യക്തി വെളിപ്പെട്ടിട്ടില്ല, പക്ഷെ അധർമ്മമൂർത്തിയുടെ നിഗൂഢമായ പ്രവർത്തികൾ ചലിക്കുന്നു, അത് വ്യാപരിക്കുന്നു. എവിടെ? സഭയ്ക്കെതിരെ, ദൈവജനത്തിനെതിരെ, അഭിഷക്തന്മാർക്കെതിരെ അത് ചലിക്കുകയാണ്.
ചലനത്തിനകത്ത് അടുത്ത വചനം പറയുകയാണ്, അങ്ങനെ വ്യക്തിയില്ലാതെ വ്യക്തിയുടെ പ്രവൃത്തി ചലിക്കുമ്പോൾ വ്യക്തിയെയും വ്യക്തിയുടെ പ്രവൃത്തിയെയും തടുക്കുന്ന പരിശുദ്ധാത്മാവ് എന്ന വ്യക്തി ഇറങ്ങി നിൽക്കുകയാണ്. ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അധർമ്മമൂർത്തിയില്ല, അധർമ്മമൂർത്തിയെ തടയുന്നു. അടുത്തത് അധർമ്മമൂർത്തിയുടെ പ്രവൃത്തി. അത് അവൻ ഒരു വഴിയിൽ കൂടെ കടന്നു വരുമ്പോൾ ആ വഴിയിൽ നിന്ന് തടയുന്ന ഒരുവൻ സഭയിൽ എഴുന്നേറ്റ് നിൽക്കുകയാണ്. അവന്റെ പേര് ഹോളി സ്പിരിറ്റ് എന്നാണ്. Praise the Lord. Oh. ഈ മർമ്മം ചലിക്കപ്പെടട്ടെ, അത് വ്യാപരിച്ചോട്ടെ. പക്ഷെ പരിശുദ്ധാത്മാവ് ഉള്ളിടത്ത് ചലിക്കത്തില്ല. പരിശുദ്ധാത്മാവുള്ള സഭയിൽ ഇത് ചലിക്കത്തില്ല. പരിശുദ്ധാത്മാവുള്ള വ്യക്തിയിൽ ഇത് ചലിക്കത്തില്ല. പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നടക്കുന്നവരിൽ ഇത് ചലിക്കുന്നില്ല. ഒരു സൈഡിൽ പൈശാചിക മണ്ഡലം ചലിച്ചു വരുമ്പോൾ മറ്റൊരു സൈഡിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവും പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്നവരും ഈ പൈശാചിക മണ്ഡലത്തെ തടയുന്ന സമയമാണെന്ന്. ഹല്ലേലൂയ. നീ പരിശുദ്ധാത്മാവിൽ സഞ്ചരിക്കുന്നവനാണോ? പരിശുദ്ധാത്മാവിൽ നിറയുന്നവനാണോ? നിന്റെ കുടുംബത്തിൽ പരിശുദ്ധാത്മാവിന്റെ ചലനത്തിന് നീ പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? എന്നാൽ നിന്നോട് ആത്മാവിൽ ഒരു ദൂതറിയിക്കുകയാണ്, നിന്റെ ഭവനത്തിനകത്തേക്ക്, നിന്റെ സഭയ്ക്ക് നേരെ, നിനക്കെതിരെ പൈശാചിക മണ്ഡലത്തിന് ചലിക്കാൻ കഴിയാതെ വണ്ണം പരിശുദ്ധാത്മാവ് അതിനെ തടയുമെന്ന്. അഭിഷേകത്താൽ നിറയാ. അങ്ങനെയെങ്കിൽ നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് പ്രവചിക്കുന്നു, ഈ എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് നിനക്കെതിരെ ചലിക്കാൻ കഴിയാതെ വേണം അവന്റെ വഴികളെ ബ്ലോക്ക് ചെയ്യപ്പെടുമെന്ന്. നിന്റെ ഭവനത്തിനെതിരെ എതിർ ക്രിസ്തുവിന്റെ ആത്മാവിന് ചലിക്കാൻ കഴിയാതെ വണ്ണം അതിനെ തടയുമെന്ന് യേശുവേ. പ്രവചിക്കുന്നു, നിന്റെ ഭവനത്തിനെതിരെ വ്യാപരിച്ചു കയറാൻ വരുന്ന എതിർ ക്രിസ്തുവിന്റെ ആത്മാവിനെ ചലിക്കപ്പെടുന്ന വ്യക്തികൾ, ആ വ്യക്തികളിൽ കൂടെ ചലിപ്പിക്കുന്ന നിഗൂഢമായ
എതിർ ക്രിസ്തുവിന്റെ പ്രവൃത്തികൾ നിന്റെ ഭവനത്തെ ലക്ഷ്യമാക്കി വരുമ്പോൾ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു. ആ വഴികളെ ഇന്ന് പകലിൽ സ്വർഗം അടച്ചു കളയുകയാണ്. നിന്റെ സഭയ്ക്കെതിരെ പരിശുദ്ധാത്മാവിനാൽ മൂവ് ചെയ്യപ്പെടുന്ന സഭയ്ക്കെതിരെ ചലിക്കുന്ന അധർമ്മത്തിന്റെ മർമ്മങ്ങളെ എതിർ ക്രിസ്തുവിന്റെ ആത്മാവിനെ എതിർ ക്രിസ്തുവിന്റെ ആത്മാവിൽ ചലിക്കുന്ന വ്യക്തികളെ, അവരുടെ പ്രസംഗങ്ങളെ, അവരുടെ അറിവുകളെ, അവരുടെ ലേഖനങ്ങളെ, ഹോളി സ്പിരിറ്റ് ആ വഴികളെ തന്നെ തടയുകയാണ്. നീ ലോകാകത്തില്ല, ഈ അന്ത്യകാലത്ത് നീ ലോകാകത്തില്ല, നിന്റെ കുടുംബം ലോകാകത്തില്ല, നിന്റെ തലമുറ ലോകാകത്തില്ല, നിന്റെ സഭ ലോകാകത്തില്ലെന്ന് വിശ്വാസത്തെ ധരിപ്പിക്കുന്ന, ആ വിശ്വാസം കൊണ്ടുവരുന്ന, ദുഷ്ടഹൃദയം കൊണ്ടുവരുന്ന, ചതിക്കുന്ന നാശത്തിലേക്ക് കൊണ്ടുപോകാനിരിക്കുന്ന എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് നിന്നെ നിന്റെ ഭവനത്തെയും ലക്ഷ്യമാക്കി വരുമ്പോ, നിന്റെ സഭയെ ലക്ഷ്യമാക്കി വരുമ്പോ പരിശുദ്ധാത്മാവ് അതിനെ ബ്ലോക്ക് ചെയ്യുകയാണ്. ചിലരുടെ മേൽ അസാധാരണമായ അഭിഷേകം വീഴുകയാണ്. തങ്ങളുടെ തലമുറകളെയും ലോക്ക് ചെയ്ത പൈശാചിക മണ്ഡലം ഈ കാലത്തിൽ നിനക്കെതിരെ എഴുന്നേറ്റ് വരുമ്പോ പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി അതിനെ തടയുന്ന സമയമാണ്. യേശുവേ, ഓ യേശുവേ,
അനുസരിക്കാത്തവരും അമ്മയെ പെണ്ണാലെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധന്മാരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും യേശുവികാരും അതിരേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദ്വേഷികളും ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളികളുമായ ദൈവപ്രിയമില്ലാത്ത എതിർ ക്രിസ്തുവിന്റെ ആത്മാവിൽ ചലിക്കുന്ന തലമുറകൾ ഈ അന്ത്യകാലത്തെ നോക്കുമ്പോൾ നിന്റെ തലമുറ പരിശുദ്ധാത്മാവിനാൽ എതിർ ക്രിസ്തുവിന്റെ ആത്മാവിനെ തടയപ്പെടാൻ പോകുന്നുണ്ട്. യേശുവേ രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ സാത്താന്യ ശക്തിയെ എതിർ ക്രിസ്തുവിന്റെ ആത്മാവിനാൽ ലോക്ക് ചെയ്യപ്പെട്ട ചില ഭവനങ്ങളെ നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ ഈ പകലിൽ നിന്നെ കർത്താവിന്റെ ആത്മാവ് സ്വതന്ത്രമാക്കാൻ പോകും. യേശുവിന്റെ നാമത്തിൽ അതിന് ഞങ്ങൾ ആത്മാവിൽ തടയുകയാണ്. നിന്റെ വിശ്വാസത്തെ തടുക്കുന്ന, നിന്നെ ചതിക്കുന്ന, നിന്നെ രോഗത്തിലേക്ക്, ബന്ധനങ്ങൾക്കകത്തേക്ക്, പൈശാചിക അടിമത്തത്തിലേക്ക് ലോക്ക് ചെയ്യുന്ന പൈശാചിക മണ്ഡലങ്ങളെ നസ്രേനായ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ആത്മമണ്ഡലത്തിൽ തടയുകയാണ്. ഈ സീസണിൽ പരിശുദ്ധാത്മാവ് എതിർ ക്രിസ്തുവിന്റെ ആത്മാവിനെയും എതിർ ക്രിസ്തുവിന്റെ ആത്മാവിൽ ചലിക്കുന്ന വ്യക്തികൾക്കകത്തുകൂടെ ചലിക്കുന്ന എതിർ ക്രിസ്തുവിന്റെ നിഗൂഢമായ പ്രവർത്തികളെയും ബ്ലോക്ക് ചെയ്യുന്ന സമയമാണ്. അഭിഷേകത്തിൽ നിൽക്കുന്ന, ആത്മാവിൽ ചലിക്കുന്ന സഭയ്ക്കു വേണ്ടി, ദൈവജനത്തിനു വേണ്ടി, തലമുറകൾക്ക് വേണ്ടി, അഭിഷക്തന്മാർക്ക് വേണ്ടി അതിനെ പരിശുദ്ധാത്മാവ് ബ്ലോക്ക് ചെയ്യാൻ പോവുകയാണ്. Praise the Lord. എന്നാൽ അടുത്തൊരു കാര്യം അപ്പോസ്തല പ്രവൃത്തിയിൽ കാണാൻ കഴിയുന്നു. അപ്പോസ്തലനായ പൗലോസ് സലമീസിൽ ചെന്നപ്പോൾ, അവിടെ പാഫോസ് വരെ ചെന്നപ്പോൾ, അവിടെ ദൈവാത്മാവിനാൽ നിറയപ്പെട്ട, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട, അവിടെ ഉണ്ടായിരുന്ന ദേശാധിപതിയായ സെർഗ്യോസ് പൗലോസ് ബർനാബാസും
ശൗലിനെയും വരുത്തി ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോ എലീമാസ് എന്നു പേരുള്ള ബർയേശു എന്ന കള്ളപ്രവാചകൻ. ആരാ കള്ളപ്രവാചകൻ? ദൈവത്താലുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും പ്രവചനങ്ങളും ചെയ്യുന്നവരല്ല കള്ളപ്രവാചകൻ. ആരാണോ നിന്റെ വിശ്വാസത്തെ, ആത്മീക ജീവിതത്തെ, സ്പിരിച്വൽ ലൈഫിനെ കെടുത്താൻ ശ്രമിക്കുന്നത്, ആരാണോ നിന്റെ ആത്മീക വർധനവിന് പകരം ആത്മീക ശൂന്യത വരുത്തുന്നത്, അവനാ കള്ളപ്രവാചകൻ. ഹല്ലേലൂയ. ആ കള്ളപ്രവാചകൻ നോക്കിക്കേ, ആരുടെ വിശ്വാസം തടുക്കാൻ? ദേശാധിപതിയുടെ വിശ്വാസം തടുത്തു കളയുവാൻ. ദേശാധിപതിയോടല്ല എതിർത്തത്, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു വചനം പറഞ്ഞുകൊണ്ടിരുന്ന ബർന്നബാസിനും ശൗലിനുമെതിരെ സംസാരിക്കാൻ തുടങ്ങി. കണ്ടോ കള്ളപ്രവാചകൻ ആരാ? നിന്റെ അകത്ത് ക്രിസ്തുവിനെ ജനിപ്പിക്കുന്ന, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന അഭിഷേകന്മാർക്ക് ഉണർവുകൾക്കെതിരെ അവനാ കള്ളപ്രവാചകൻ. നീ കേട്ടോ, നിന്റെ വിശ്വാസം ഏതാ വർദ്ധിപ്പിക്കുന്നേ? നീ കേൾക്കുന്നത് തന്നെ ശ്രദ്ധിച്ചോ. ആരോടോ എതിർത്ത് നിൽക്കുന്നത്? ഉണർവിന്റെ മുമ്പിൽ നിൽക്കുന്നവരോട്, പരിശുദ്ധാത്മാവിൽ മൂവ് ചെയ്യുന്നവരോട്, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ചെയ്യുന്നവരോട്, പരിശുദ്ധാത്മാവിനെ മറ്റുള്ളവരിലേക്ക് പകരുന്നവരോട്, സത്യത്തെ വിളിച്ചു പറയുന്നവരോട്, പരിശുദ്ധാത്മാവിൽ മറഞ്ഞിരിക്കുന്ന, പരിശുദ്ധാത്മാവിൽ കൂടെ ദൈവത്തിന്റെ ആഴങ്ങളെ വെളിപ്പെടുത്തുന്നവരോട് എതിരെ നിൽക്കുന്ന കള്ളപ്രവാചകനായ എലീമാസ് എന്ന ബർയേശു. എന്നാൽ വചനം പറയുന്നു, ശൗൽ പരിശുദ്ധാത്മപൂർണനായി. അടുത്ത വചനം ഇങ്ങനെ പറയുന്നു, കള്ളപ്രവാചകനായ ബർയേശുവിനെ നോക്കി, ഹേ സകല കപടവും സകല ദൂർത്തും നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ, സർവനീതിയുടെ ശത്രുവേ, കർത്താവിന്റെ നേർവഴികളെ മറിച്ചു കളയുന്നത് നീ മതിയാക്കുകയില്ലയോ? ഇപ്പോൾ കർത്താവിന്റെ കൈ നിന്റെ മേൽ വീഴും. എതിർ ക്രിസ്തുവിന്റെ ആത്മാവിനാൽ ചലിക്കുന്ന കള്ളപ്രവാചകൻ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തിക്കെതിരെ, പരിശുദ്ധാത്മാവിനാൽ ദേശാധിപതിയായ സെർഗ്യോസ് പൗലോസിനെ ദൈവത്തിലേക്ക് അടുപ്പിക്കുമ്പോൾ, ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുമ്പോൾ, ആരാധനകളിലേക്ക് അടുപ്പിക്കുമ്പോൾ, അതിനെതിരെ ഒരു വ്യക്തിയെ ഡീമോണിക് വേൾഡ് എതിർ ക്രിസ്തുവിന്റെ ആത്മാവിനാൽ എഴുന്നേൽപ്പിച്ചു. എന്നാൽ അവിടെ കാണുന്നു, അവിടെ ആരാ എതിർ ക്രിസ്തുവിന്റെ ആത്മാവിനാൽ എഴുന്നേറ്റ കള്ളപ്രവാചകനായ ബർയേശുവിനെ തടഞ്ഞത്? ആരാ തടഞ്ഞേ? പരിശുദ്ധാത്മപൂർണനായ അപ്പോസ്തലനായ പൗലോസ്. ഇന്ന് പകലിൽ ദൈവത്തിന്റെ ആത്മാവ് ചില അഭിഷക്തന്മാരോട് ആലോചന അറിയിക്കുന്നു. നിന്റെ അകത്ത് നിർത്തിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ നിയോഗിക്കപ്പെട്ട ദൈവശക്തിയുടെ വചനങ്ങളെ, ദൈവ പ്രവർത്തികളെ നിന്നിൽ കൂടെ നടക്കുമ്പോ ആ ദൈവ പ്രവർത്തിക്കെതിരെ സംസാരിക്കുന്ന കള്ളപ്രവാചകന്മാരായ, ജനത്തിന്റെ വിശ്വാസത്തെ തടുത്തു കളയുന്ന, ജനത്തിന്റെ സ്പിരിച്വാലിറ്റിയിൽ നിന്ന് അവരെ തള്ളിക്കളയുന്ന കള്ളപ്രവാചകനായ എലീമാസ് എന്ന ബർയേശു സ്പിരിറ്റുകളെ ഈ നാളുകളിൽ അഭിഷക്തന്മാരെ നിങ്ങൾ ബ്ലോക്ക് ചെയ്യാൻ തയ്യാറാകണം. അതിനെ
തടയാൻ തയ്യാറാകണം. നിങ്ങൾ മൗനമായിരിക്കരുത്, ഇനി മൗനമായിരിക്കരുത്. ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്. ആത്മമണ്ഡലത്തിൽ ഇങ്ങനെ ചലിക്കുന്ന, പരിശുദ്ധാത്മാവിനെതിരെ സംസാരിക്കുന്ന, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾക്കെതിരെ സംസാരിക്കുന്ന, പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുകൾക്കെതിരെ ചലിക്കുന്ന, ഈ എതിർ ക്രിസ്തുവിന്റെ ആത്മാവിൽ ചലിക്കുന്ന യേശു എന്ന കള്ള പ്രവാചകന്മാരെ, കള്ള ഉപദേഷ്ടാക്കന്മാരെ, കള്ള ഇടയന്മാരെ, കള്ള അപ്പോസ്തലന്മാരെ, കള്ള സുവിശേഷകന്മാരെ, ജനത്തിന്റെ വിശ്വാസത്തെ തടുത്തു കളയുന്ന, വിശ്വാസത്തെ വർദ്ധിപ്പിക്കാതെ കേവലം അറിവുകൾ പറഞ്ഞ് അവരുടെ സ്പിരിച്വൽ ലൈഫിനെ കെട്ടിക്കളയുന്ന യേശുമാരെ നസ്രയനായ യേശുവിന്റെ നാമത്തിൽ അതിനെ ബ്ലോക്ക് ചെയ്യുകയാണ്. യേശു സ്പിരിറ്റിനെ ബ്ലോക്ക് ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവ് മാത്രമല്ല ബ്ലോക്ക് ചെയ്യുന്നത്, പരിശുദ്ധാത്മ പൂർണ്ണനായ അഭിഷക്തനും ബ്ലോക്ക് ചെയ്യും. കോംപ്രമൈസ് ചെയ്യാതെ കഴിഞ്ഞ സീസണിൽ നിന്റെ കൂടെ നടന്ന ഇവർ അത്യുന്നതന്റെ ദാസന്മാരെന്നൊക്കെ പറഞ്ഞ് പിശാചിന്റെ ആത്മാവിൽ സഞ്ചരിച്ച ചില വെളിച്ചപ്പാടത്തികൾക്കെതിരെ, ദുരാത്മാവിൽ സഞ്ചരിക്കുന്ന ചില വ്യക്തികളെ, അവരുടെ മേൽ ചലിക്കുന്ന ഈ ആത്മമണ്ഡലത്തെ അഭിഷക്തന്മാർ ഈ സീസണിൽ ഇന്ന് പകലിൽ അങ്ങനെ ചലിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ, പൈശാചിക സ്പിരിറ്റുകൾ, പൈശാചിക ചലനങ്ങൾ, പൈശാചിക ആത്മാവ്, അങ്ങനെ പൈശാചിക ആത്മാവിൽ മൂവ് ചെയ്യുന്ന കള്ള പ്രവാചകന്മാർ തടയപ്പെടട്ടെ. ദേശങ്ങളിൽ എഴുന്നേൽക്കുന്ന, കേരള മണ്ണിൽ എഴുന്നേറ്റ് നിൽക്കുന്ന, ഇന്ത്യൻ മണ്ണിൽ എഴുന്നേറ്റ് നിൽക്കുന്ന, സഭയ്ക്കെതിരെ ചലിക്കുന്ന ഇതുപോലത്തെ എതിർ ക്രിസ്തുവിന്റെ ആത്മാവ്, എതിർ ക്രിസ്തുവിന്റെ ഇത് പകലിൽ അത് ബോധപ്പെടട്ടെ, അത് തടുക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ വിശ്വാസത്തെ തടുക്കുന്ന, അഭിഷക്തന്മാരെ തടുക്കുന്ന, അഭിഷക്തന്മാരിൽ കൂടെ ദൈവം ചെയ്യാനിരിക്കുന്ന പ്രവർത്തികളെ തടുക്കുന്ന എല്ലാ ഏരിയകൾ, ആ സ്പിരിച്വൽ വിളകൾ ഇന്ന് പകലിൽ നസ്രയനായ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ കേരള മണ്ണിൽ തടുക്കുകയാണ്, ഇന്ത്യ മണ്ണിൽ തടുക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ നിമിഷം നിങ്ങൾക്കെതിരെ, നിങ്ങളുടെ കുടുംബങ്ങൾക്കെതിരെ, നിങ്ങളുടെ തലമുറകൾക്കെതിരെ, സഭയ്ക്കെതിരെ എഴുന്നേറ്റ് വരുന്ന എതിർ ക്രിസ്തുക്കളുടെ ആത്മാവ്, the spirit of Antichrist, അതിന്റെ നിഗൂഢമായ പ്രവൃത്തികൾ നിങ്ങളുടെ ഭവനങ്ങൾക്കെതിരെ, നിങ്ങളുടെ കുടുംബങ്ങൾക്കെതിരെ, നിങ്ങളുടെ തലമുറകൾക്കെതിരെ, സഭകൾക്കെതിരെ, നിങ്ങളുടെ സ്പിരിച്വാലിറ്റി ഡൗൺ ചെയ്യുക,
കർത്താവിൻ്റെ വാഴ്ച ഉണ്ടാകട്ടെ. പൈശാചിക രാജ്യത്തിൻ്റെ സകല വാഴ്ചകൾ അഴിയട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ക്രിസ്തു തന്നെ നിന്റെ മേൽ രാജാവായിരിക്കട്ടെ. ഇന്ന് പകലിൽ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധി വരികയാണ്. ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ. റാസ്മിഖാന നിങ്ങളായിരിക്കുന്ന ഇടത്ത് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ താഴ്ത്തിയാട്ടെ. കേട്ടതുപോലെ എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ നിങ്ങളെ ലോക്ക് ചെയ്ത ലോക്കുകളെ കർത്താവിന് അഴിച്ചു കളഞ്ഞിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. 2, എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ് ചലിക്കുന്ന ചലനങ്ങളെ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിനാൽ അപ്പോയിന്റ് ചെയ്ത അഭിഷക്തൻ എന്ന നിലയിൽ അതിനെ ബ്ലോക്ക് ചെയ്യുകയാണ്. ഇന്നു മുതൽ നീ പരിശുദ്ധാത്മാവിൽ ചലിക്കട്ടെ. ഇന്നു മുതൽ ായിരിക്കുന്ന ഇടത്ത് കരങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ കഴിയുമെങ്കിൽ ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ഓൺലൈനിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നവർ ഉപയോഗിക്കണേ ഇനിയും എന്നെ ഉണർവിനാ ഉപയോഗിക്കണേ ഇനിയും എന്നെ ഉണർവിനായി ഉപയോഗിക്കണേ. അണയാത്ത ഓരഗ്നിയായി കത്തുവാൻ നിന്നഗ്നിയെ പകരണമേ. ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ആ അഭിഷേകത്തെ ഒന്ന് ചോദിച്ചാട്ടെ. അഭിഷേകത്തെ ഒന്ന് ചോദിച്ചാട്ടെ. ഏതൊക്കെയോ നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും പരിശുദ്ധാത്മാവിനെതിരെ സംസാരിച്ചത് ഏറ്റുപറഞ്ഞാട്ടെ. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾക്കെതിരെ സംസാരിച്ചത്, ഉണർവുകൾക്കെതിരെ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട അഭിഷക്തന്മാർക്കെതിരെ സംസാരിച്ച ശബ്ദങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞാട്ടെ. നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടേണ്ടവരാ. ഇത് ക്രിസ്തുവിന്റെ ആത്മാവിനാൽ ചതിക്കപ്പെടരുത്. പ്രാർത്ഥിച്ചാട്ടെ. മാനസാന്തരപ്പെട്ട അപ്പോസ്തലനായ പത്രോസ് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ മാനസാന്തരങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ആത്മാവെന്ന ദാനം ലഭിക്കും. അടുത്തൊരാത്മ എവിടെ ശുദ്ധീകരണം വരുന്നോ അവിടെ ഒരു അടുത്തൊരു ആത്മപകർച്ചയുണ്ട്. നീ പിശാചിന്റെ ആത്മാവിൽ നിന്ന്, ആ ലോക്കുകൾക്കകത്ത് നിന്ന് ഇന്ന് പകലിൽ പുറത്തു വരേണ്ടതിന് മാനസാന്തരപ്പെടാം. മാനസാന്തരപ്പെട്ടാൽ നിന്റെ മേൽ പരിശുദ്ധാത്മാവിനെ പകർച്ച നൽകും. പരിശുദ്ധാത്മാവിന്റെ പകർച്ച നൽകിയാൽ എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് നിനക്കെതിരെ വരുന്നത് പരിശുദ്ധാത്മാവ് തടയും. 2, പരിശുദ്ധാത്മാവിനാൽ നീ നയിക്കപ്പെടുമ്പോൾ റഗദന എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് എഴുന്നേറ്റ് വരുമ്പോൾ നീ അതിനെ തടയും. നീ കേവലം അൺലോക്ക് ചെയ്യപ്പെടുക മാത്രമല്ല, നീ എതിർ ക്രിസ്തുവിന്റെ ആത്മാവിൽ നിന്ന് അൺലോക്ക് ചെയ്യപ്പെടുക മാത്രമല്ല, എതിർ ക്രിസ്തുവിന്റെ ആത്മാവിനെ തടയുന്ന ഒരു അഭിഷക്തനായി നീ എഴുന്നേറ്റ് വരാൻ പോവുകയാണ്. ഈ അഭിഷേകം നിന്നെ അണയാത്ത ഒരു അഗ്നിയാക്കി തീർക്കും. അണയാത്ത ഒരഗ്നിയായി കത്തുവാൻ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, ഈ ലൈവിനപ്പുറമായിട്ടാകട്ടെ കേട്ടുകൊണ്ടിരിക്കുന്ന ചിലർ ഇതുപോലെ തിരിയപ്പെടാൻ പോവുകയാണ്. എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് ലോക്ക് ചെയ്ത് വെച്ച ചിലത് അൺലോക്കാകപ്പെടാൻ പോവുകയാണ്. അവർ കാലഘട്ടങ്ങളെ തിരിക്കുന്ന അഭിഷക്തന്മാരായി എഴുന്നേറ്റ് വരാൻ പോകുന്നെന്ന് പരിശുദ്ധാത്മാവ് പ്രവചിക്കുകയാണ്. വിളങ്ങിയിടുന്ന
ഒരു ജ്യോതിസായി മാറുവാൻ നിന്നഗ്നിയെ പകരണമേ. താങ്ക് യു ഫാദർ. പ്രിയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധി വരുന്നു. അങ്ങയുടെ വലിയ സാന്നിധ്യത്തിനായി നന്ദി, അങ്ങയുടെ വലിയ കൃപകൾക്കായി നന്ദി, അങ്ങയുടെ ശക്തമായ ഇടപെടലുകൾക്കായി നന്ദി. കർത്താവേ, ഇന്നൊരു മെഗാ ബ്രേക്ക് ത്രൂ, മറഞ്ഞു കിടന്ന ഏരിയയിൽ നിന്ന് പൈശാചിക രാജ്യം കുടുംബങ്ങളെ, വ്യക്തികളെ, സഭയെ, ദൈവജനത്തെ, അഭിഷക്തന്മാരെ മറഞ്ഞു നിന്ന് ലോക്ക് ചെയ്ത ഇടത്തു നിന്ന് അൺലോക്ക് ചെയ്തൊരു ബ്രേക്ക് ത്രൂ നൽകിയ ഒരു ഡേ ആയതിനായി സ്തോത്രം ചെയ്യുന്നു. ഇതിന്റെ വലിയ റിസൾട്ടുകൾ, സാക്ഷ്യങ്ങൾ ഉണ്ടാകട്ടെ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകൾ കേട്ടതിനായി സ്തോത്രം. കടന്നു വന്ന ജനത്തിനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഓൺലൈനിൽ ഞങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരുന്ന എല്ലാവരെയും കർത്താവെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹമായി തീരട്ടെ. യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.